ഞാൻ വിചാരിച്ചതിലും വളരെ നേരത്തെ തന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ അമ്മ അറിയാൻ പോവുകയാണ്. അത്യന്തം ക്ഷമയോടെ അമ്മ ഇത് കേൾക്കണം. വെളിച്ചെണ്ണ കുപ്പിയുടെ മൂടി ചവിട്ടി തുറക്കാൻ ശ്രമിച്ച് താഴെ വീഴ്ത്തി പൊട്ടിക്കുന്നതും, രാത്രി സമയങ്ങളിൽ ഭയാനകമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും, ഞാൻ അലക്കി തേച്ച് ഇസ്തിരി ഇട്ട് വെച്ച എൻ്റെ ഷർട്ടും പാൻറ്റും എടുത്ത് ഇട്ട് വൃത്തികളാക്കുന്നതും, അമ്മ വിചാരിക്കുന്നത് പോലെ ത്രിസന്ധിയിൽ വിലമ്പി തൊണ്ടയിൽ കുടുങ്ങി മരിച്ച അമ്മയുടെ ശകുന്തളമ്മയല്ല, അത് അമ്മയുടെ സുലുവാണ്. ഇതൊക്കെ ചെയ്യുന്നത് ദിനേശ് ചേട്ടനാണെന്ന് പറഞ്ഞു വരുത്തുമ്പോൾ സുലുവിൻ്റെ ഉള്ളിലെ ആ രോഗി അടങ്ങിയിരിക്കുകയായിരുന്നു, ആഹ്ലാദിക്കുകയായിരുന്നു. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം എനിക്ക് പിടികിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരിക്കൽ പപ്പിയുടെ വീട്ടിൽ ഡിന്നറിന് പോയത്. അവിടെ നിന്നും തിരിച്ചെത്തിയ സുലുവിൽ നിന്നും ഒരു പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടിത്തുടങ്ങി. ദിനേശേട്ടാ, ലക്ഷ്മി മേനോൻ. ദിനേശേട്ടാ, വേറൊരാളെ കാണിച്ചേരേ. ദിനേശേട്ടാ, സൗഭാഗ്യ വെങ്കടേഷ്. ദിനേശേട്ടാ, നോക്ക്, ഡബിൾ കുഞ്ചു. ദിനേശേട്ടാ, വേറൊരാളുണ്ട്, സ്പെഷ്യലാ. വേദനയോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. എന്റെ സുലു ഒരു ടിക്ടോക്ക് അഡിക്റ്റായി മാറിയെന്ന്. സുലുവിലെ ലോകത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് എനിക്ക് അറിയണമായിരുന്നു. ടിക്ടോക്കിലെ സൂപ്പർ സ്റ്റാറായ ഫുക്രുവിനെ കുറിച്ച് ചല്ലും പുല്ലും പറഞ്ഞ് ഞാൻ സുലുവിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ടിക്ടോക്കിനെ കുറിച്ച് മോശമായി പറഞ്ഞ് ഞാൻ സുലുവിനെ എതിർത്തു. സുലു പ്രതികരിച്ചു, അതിശക്തമായി, അസാധാരണമായി. ഫുക്രുവിനെ പോലെ ആകാനേ ദിനേശേട്ടൻ 2 ജന്മം ജനിക്കണം എന്ന് ആര് പറഞ്ഞ്? ഈ ഞാൻ പറയുന്നു. വെറുതെ തർക്കിക്കല്ലേ സുലു. ആരാ തർക്കിക്കുന്നേ? പിന്നെ ഞാനാണോ? സുലു അല്ലേ തർക്കിച്ചേ? ഈ ഫുക്രു പ്രത്യേകിച്ച് ഒരു കഴിവുള്ളതല്ല. പിന്നെ ദിനേശേട്ടനാ കഴിവ്. പിന്നെ ദിനേശേട്ടനാ കഴിവ്. പിന്നെ ദിനേശേട്ടനാ കഴിവ്. അത് വിടും. നീ നിന്റെ പണി നോക്ക്, കറി ഉണ്ടാക്ക്. സുലുവിന്റെ രോഗം അതാണ്. ചിലപ്പോൾ അവൾ മറ്റൊരാളായി മാറുന്നു. നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ, മലയാളി ബാലകൻ അറബിയിൽ സംസാരിക്കുന്നു, 5 വയസ്സുള്ള ഒമാൻ ബാലിക ജിബിക്ക് കമ്മൽ പാട്ടുപാടുന്നു, പാകിസ്ഥാനി കുടുക്ക് പൊട്ടിയ പാട്ടുപാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. മലയാളം പോലും വൃത്തിക്ക് സംസാരിക്കാൻ അറിയാത്ത സുലു തമിഴിൽ അലർന്നു. എന്തിന്? തെലുങ്കിൽ പോലും സംസാരിക്കും. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞങ്ങൾ ഭർത്താക്കന്മാർ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നാണ് പറയുക. ഈ രോഗാവസ്ഥയിൽ രോഗിക്ക് കുശാഗർബുദ്ധി കൂടും. ഞാൻ എത്ര മണിക്ക് ഓഫീസിൽ പോകും, എത്ര മണിക്ക് തിരിച്ചു വരും, എത്ര മണിക്ക് ഉറങ്ങും, എത്ര മണിക്ക് എഴുന്നേക്കും, എല്ലാം അറിയാൻ പറ്റും. സുലുവിലെ രോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും മനസ്സിലാക്കാൻ ഒരു ദിവസം അർദ്ധരാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. ഒരുപക്ഷെ എന്നെ പോലെ മനസ്സിന് കട്ടിയുള്ള ഒരാളല്ലായിരുന്നെങ്കിൽ
പേടിച്ച് തറയി വീണ് വിറച്ചേന്. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിൻ്റെ, ഉച്ചപ്പിരാന്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്തൊരു കൊലപാതക പ്രവണതയിൽ നിൽക്കുകയായിരുന്നു സുലു എന്ന ആ കക്കൂസിൽ. നാട്ടിലെ മന്ത്രവാദി ഗോപാലേട്ടന് ഞാനിതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചിരുന്നു. ഇന്നലെ രാത്രി ഗോപാലേട്ടൻ അതിന് റിപ്ലൈ തന്നു. ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളി. നാളെയാണ് ദുബായ് ടിക്ടോക്ക് സൂപ്പർ സ്റ്റാർ കോൺടെസ്റ്റ്. നാളെ വൈകുന്നേരത്തിലടക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ സുലുവിൻ്റെ ഉള്ളിലെ മാനസിക രോഗി പുറത്തിറങ്ങും. ശനിയാഴ്ച ഉച്ചയോടുകൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ഇല്ല മോനെ ദിനേശ, എൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം. അവളെ മനസ്സ് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം. അമ്മേ, അമ്മേ, ഇന്ന് രാത്രി കൂടെ നമുക്ക് അവളെ ആ റൂമിൽ പൂട്ടിയിടേണ്ടി വരും. അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇതുവരെ ആരും സഞ്ചരിച്ചില്ലാത്ത, ഒരു ഭർത്താവും സഞ്ചരിച്ചില്ലാത്ത ഭ്രാന്തമായ വഴികളിലൂടെ ഞാൻ പോയെന്ന് വരാം, ഒരു ഭ്രാന്തനെ പോലെ. I am going to break all the conventions. അമ്മ ഈ പുലിയണ്ടേട്ടാ, നീ പോ മോനെ ദിനേശ. कैसे तला है वैसे पुल्ला. ദിനേശേട്ടാ, ദിനേശേട്ടാ, ഓ, ഒരു കാര്യം ചോദിക്കട്ടെ? വലിയ ചെലവുള്ള കാര്യമാണ് ചോദിക്കുന്ന. ഞാൻ സ്കൂള് പാടിയിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നതിനെ കുറിച്ച് ദിനേശേട്ടൻ്റെ അഭിപ്രായം എന്താ? സ്മ്യൂളാ? അതുകൊണ്ട് ഇപ്പൊ സ്മ്യൂളിന്റെ ഒരു ബുദ്ധി വന്നു. നമ്മുടെ പപ്പിയില്ലേ, അവളിപ്പോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര ലൈക്കാ, എത്രയാ ഷെയർ. ഞാനപ്പോ ഫേസ്ബുക്കിൽ എന്റെ സുലു, നമുക്ക് പാടാനല്ലേ? നിനക്കാണെങ്കിൽ ജന്മനാ ഒരു താളമില്ല. ദേശീയഗാനം ചൊല്ലിയാൽ പോലും നിനക്ക് ആ താളം തെറ്റും. പിന്നെ ഇതിന്റെ ഓരോ ആൾക്ക് പറ്റുന്ന പണിയുണ്ട്, അല്ലാതെ ആവശ്യമില്ലാത്ത പണിയൊന്നും ചാടിക്കേറി പോയിരുന്നു. അതെ, കണ്ടവന്മാർക്ക് പാടാമെങ്കിൽ എനിക്കും പാടാം. ഇടി പപ്പി കണ്ടോളാണോ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ പപ്പി? സോ ചെയ്യാം, നമുക്ക് ഒരു ദിവസം ചെയ്യാം. ദിനേശേട്ടൻ്റെ ഫ്രണ്ട് ഫേസ്ബുക്കിലിട്ട് ഫോട്ടോ ഒക്കെ കിടില ഫോട്ടോ അല്ലേ? ഫോട്ടോയുടെ സ്റ്റൈൽ നോക്കാനല്ല പറഞ്ഞ മോളിൽ ഏതോ വായിച്ചു നോക്കി. ജിജോ ജോസഫ് ഫീലിംഗ് ലവ് ചില്ലിങ് ഔട്ട് വിത്ത് മൈ വാവ. വാവേ, ഇവര് കുട്ടിയൊന്നും ആയില്ലോ, പിന്നെ അതാ ഈ വാവ. ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വാവ മോളെ വിളിച്ചതാ. ഈ 18 വയസ്സായ ഈ പെണ്ണുമ്പിള്ളയാണോ വാവാന്ന് വിളിക്കുന്നത്? പെണ്ണുമ്പിള്ളേ? പെണ്ണുമ്പിള്ളല്ല ഉദ്ദേശിച്ചത്. ഈ 18 വയസ്സായ പെൺകുട്ടീനെ വാവാന്നൊക്കെ വിളിക്കുമ്പോ ഒരു ബോറ് പരിപാടി. കഷ്ടം തന്നെ. കഷ്ടമല്ല, ഇഷ്ടം. പിന്നെ ഇഷ്ടം. ഇനി അവനെ അവളെ വാവയെന്നോ പൂവയെന്നോ കുതിരപ്പെണ്ണാക്കെന്നോ വിളിക്കട്ടെ, നമുക്കെന്തോ ഇഷ്ടം? നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നും ഇത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടാണ് ഭാവിയെന്നോ പൊണ്ണെന്നോ കുട്ടാന്നോ വിളിച്ചിട്ടുണ്ടോ ദിനേശേട്ടാ? പറ.
ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ച ഞാൻ നിന്റെ പേര് തന്നെ മര്യാദയ്ക്ക് വിളിക്കുന്നത് നിന്റെ ഭാഗ്യം. വാവ പോലും. സ്നേഹമുള്ള ഭർത്താക്കന്മാര് അല്ലേലും ഭാര്യമാരെ വാവേന്നും കുട്ടാന്നും ഒക്കെയാ വിളിക്കുക. എനിക്കറിയാം ദിനേശേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. എന്റെ സുലു, ഞാനൊന്ന് പറയട്ടെ. നീ അല്ലാതെ മാവേനോ കൂട്ടാന്നോ പൊന്നേന്നോ ഒന്നുമല്ലല്ലോ. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ ദിനേശേട്ടൻ? അതിന്റെ പഴയൊക്കെ സ്നേഹമില്ലേ? ആ സലീനെ ചുറ്റി വിളിക്കുന്നുണ്ടോ വാവേ? എടി അവൻ കള്ളേ. മതി, ദിനേശേട്ടൻ ഒന്നും വേണ്ട. അനക്കറിയാം എന്താ വേണ്ടേ. സുലു, സുലു, ഇട്. ആ ഓണം തീരുന്നേശേട്ടൻ. എന്തില്ല ക്യാമറ? അത് കാണില്ല മനുഷ്യ. ചിരിക്ക്, നന്നായിട്ട് ചിരിക്ക്. ചിരിക്ക് മനുഷ്യ. നിങ്ങളെ ഫേസ്ബുക്ക്. എന്റെ ഫേസ്ബുക്ക് ആണോ? ആ, ദിനേശേട്ടന്റെ ഫേസ്ബുക്ക് വേണ്ടേ. റൊമാൻറ്റിക് വിത്ത് സുലോചന ദിനേശൻ. ഹാവിങ് ഫൺ വിത്ത് മുത്ത്. ഇനി മുതൽ ദിനേശേട്ടൻ തന്നെ മുത്തുനെ വിളിക്കണം. മുത്തോ? ആ. ഇതെന്നാ ദിനേശേട്ടാ കാണുന്നു? കർക്കിടകമായിട്ട് മഴേൻ്റെ ഒരു നിഴല് പോലും കാണുന്നില്ലല്ലോ. ഈനക്കാർ നല്ല നമ്മളെ ദുബായ് തന്നെയാണ്. ആടെ ഈ കർക്കിടക മാസമൊന്നും ഇല്ലല്ലോ. ഓഗവസാനായി തോന്നുന്നപ്പാ. എന്ത് രസാന്നറിയാ കർക്കിടക മാസം. പുതിയ കോടയും മഴക്കോട്ടും പിന്നെ നനഞ്ഞിട്ടെല്ലാം നമ്മൾ സ്കൂളിൽ പോവില്ലേ. പിന്നെ മഴയത്ത് വരുന്ന ആ കുഞ്ഞി പ്രാണിയില്ലേ, മഴപ്പാറ്റ. മഴപ്പാറ്റ. എന്ത് രസാതല്ലോ. മഴ പെയ്യുമ്പോ ഒരു മണം ഉണ്ടാവില്ല ദിനേശേട്ടാ. ഓ, ഐ മിസ് ദാറ്റ്. മഴ കൊള്ളാൻ വേണ്ടി മാത്രം ഞാൻ വീട്ടിന്റെ മുറ്റത്ത്. മഴ വരുമ്പോ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ അല്ലേ ദിനേശേട്ടാ? അങ്ങനെ വല്ലാണ്ട് നൊസ്റ്റാൾജിക് ഉണ്ട് സുലു. കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? മഴ പെയ്താ വെള്ളം കയറും, അത് സർവ്വസാധാരണമാണ്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൻ്റെ നീ എടീന് ദുബായില്. ആ ആ എന്നാ ദിനേശേട്ടാ മഴ പെയ്യാത്ത? എനക്കറിയാം എന്താ മഴ പെയ്യാത്തേന്ന്. എന്നാലും എന്താ ദിനേശേട്ടാ മഴ പെയ്യാത്ത? എടി നിന്ന് ഉപ്പിൽ മഴ പെയ്യിക്കാൻ ഞാൻ വരുണദേവനല്ല. അടിപൊളി മഴ. ഇതെന്താണ് ദിനേശേട്ടാ? എന്തുർത്തിട്ട മഴയത്? കർക്കിടക മാസമല്ലാകുമ്പോ ഇങ്ങനത്തെല്ലാം ഉണ്ടല്ലേ. ഒരലാക്കിന്റെ കർക്കിടക മാസാണ്. ഇതെന്നാ ചിറാപ്പുഞ്ചിയാ ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടിട്ട്? ഈ പണ്ടാര മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. പുറത്തിറങ്ങിയാൽ കുണ്ടും ചളിയും. രാത്രി വരുന്ന വൃത്തിയായിട്ട പ്രാണി ഉണ്ടല്ലോ, മഴപ്പാറ്റിയ. ആ, അതിനെനിക്ക് കണ്ണു നേരെ കണ്ടുകൂടായിരുന്നു. സൂര്യനെ കണ്ട കാലം മറന്നില്ലേ ദിനേശേട്ടാ? നല്ലൊരു മീൻ കിട്ടിയിട്ട് എത്ര നാളായി. ഒന്നാമത് മഴ, അതിനിടയ്ക്ക് ഈ ട്രോളന്മാര് മീൻ പിടിക്കുന്ന ആളാ ട്രോളിയിട്ട് അവരിപ്പം കടലിലും പോകുന്നില്ല മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്.
ട്രോളിംഗ് ആണെന്നോ ഉദ്ദേശിച്ചത്? ആ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് വേറെ ആരും അറിയണ്ട. ആരെങ്കിലും അറിഞ്ഞാൽ നിന്റെ ഭാവിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. പിന്നെ നീയല്ലേ പറഞ്ഞേ മഴ ഭയങ്കര ഇഷ്ടമാണ്, മയക്കോട്ട് ചാറിലുണ്ട് സ്കൂളിൽ പോകുന്നത്, മയപ്പാറ്റ. ഈ മഴ വരുമ്പോൾ വല്ലാത്തൊരു നെസ്റ്റാൾജി അല്ലേ സുലു? മഴ വരുമ്പോ നൊസ്റ്റാൾജി അല്ല, പനിയാ വരുമോ. അല്ല ഇത് കുടിച്ചു തീർന്നില്ല, അതിന്റെ ചായ ഉണ്ട്. കുടിച്ചത് മതി. നിങ്ങളെല്ലാവരും ഒന്നാ പറഞ്ഞേ ഞാനാ ഊന്നല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യത്തിൽ ഇവളാ ഊന്ത്. ഭഗവാനെ രക്ഷിക്കണേ, അപകടങ്ങളൊന്നും വരുത്തല്ലേ ഭഗവാനെ കൃഷ്ണ. ഹായ് പപ്പി. കൃഷ്ണ. ഹലോ പപ്പി. ഞാൻ എന്നാ പിന്നെ വിളിക്കേ പപ്പി. ദിനേശേട്ടാ പപ്പിയാ വിളിച്ചേ. പ്രകാശൻ ഇന്നലെ പപ്പിക്ക് ഒരു സർപ്രൈസ് കൊടുത്തിനു പോലും. ഓ പ്രകാശന്റെ കഴുത്തിന്റെ ബാക്കില് പപ്പീന്റെ പേര് പച്ചകുത്തീന് പോലും. ബെസ്റ്റ്. നല്ല ആചാരങ്ങൾ. പ്ലീസ് ദിനേശേട്ടാ, പ്ലീസ് ദിനേശേട്ടാ, പ്ലീസ് എന്നാപ്പാ. എടി ആ പ്രകാശന് മാനസിക രോഗാവും. ഓ സൈക്കോ ആണ്. ഒന്നുമല്ല, പ്രകാശന് പപ്പിനോട് ഭയങ്കര സ്നേഹം. പിന്നെ ശരീരത്തിൽ പച്ച കുത്തിട്ടല്ല ആൾക്കാരുടെ ഭാര്യമാരോട് ഞാൻ കാണിക്കുന്നു. സ്നേഹമുള്ള ഭർത്താക്കന്മാരെല്ലാം അങ്ങനെയാ. എടി നിന്റെ അച്ഛൻ നിന്റെ അമ്മേന്റെ പേര് മേത്ത് പച്ച കുത്തീനാ? ഇല്ല. അതെ, നിന്റെ അച്ഛന് നിന്റെ അമ്മേനോട് സ്നേഹമില്ല. അവരെല്ലാം ഓൾഡ് ജനറേഷൻ അല്ലേ ദിനേശേട്ടാ? മേല് വേദനിപ്പിച്ചിട്ടില്ല ഒരു ന്യൂ ജനറേഷൻ കളിക്ക് ഞാനില്ല. ദിനേശേട്ടാ. സുലു. സുലു അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഇതുണ്ട്. എടി ഈ പച്ച കുത്തിയാൽ ബ്ലഡ് ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അത് വെറും 6 മാസത്തേക്കല്ലേ ഉള്ളൂ. 6 മാസത്തേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ എല്ലാ ആഴ്ചയും വലിയ പെപ്സിന്റെ ബോട്ടിലല്ലേ ബ്ലഡ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതല്ല സുലു, പേടിയുണ്ടാ? എനിക്കും പേടിയുണ്ടാ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ സുവോളജി ലെവലിൽ ബ്ലഡ് എടുക്കാൻ പറഞ്ഞ തലവിറ്റ് വീണല്ലോ. പേടിയാണ്. ഞാൻ ഇതുവരെ ദിനേശേട്ടനോട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എങ്ങനെ? അല്ല, ഞാനിങ്ങനെ പച്ച കുത്താനൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല. ഇതെല്ലാം ആദ്യമായിട്ടല്ലേ പറയുന്നത്. ഇപ്പൊ ശരി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഭർത്താവ് ഉള്ള പേര് പച്ച കുത്തുമ്പോ എനക്കും ഇല്ലേ ദിനേശേട്ടാ ആഗ്രഹമല്ലോ. അത് വീട്ടിലെ ഭാര്യമാർക്ക് ആഗ്രഹങ്ങളൊന്നും പാടില്ലേ? ഒരു പെൺകുട്ടിക്ക് അച്ഛൻ വെറും അച്ഛൻ മാത്രമാണ്, പക്ഷെ ഭർത്താവ് അച്ഛനാണ്, ഭർത്താവാണ്, ഏട്ടനാണ്, പിന്നെ സുഹൃത്തുമാണ്. അല്ലാതെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ഭർത്താവിനോടേ പറയാൻ പറ്റും. കാരണം ദിനേശേട്ടൻ എനിക്ക് വെറും ഒരു ഭർത്താവ് മാത്രമല്ല, എൻ്റെ അച്ഛനും ഏട്ടനും സുഹൃത്തുമാണ്. പ്ലീസ് 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 ദിനേശേട്ടാ, ദിനേശേട്ടാ. ഓക്കെ ഓക്കെ. ദിനേശേട്ടാ ഐ ലവ് യു. എന്നോട് പറ ഐ ലവ് യു ടു. I love you too. ദിനേശേട്ടാ ഒന്നാ പച്ചോത്തിയ കുത്തി. എങ്ങനെയുണ്ടേനു? പച്ച ജീവനിൽ ഒരു സൂചി എടുത്തിട്ട് ഇങ്ങനെ എഴുതുമ്പോ എന്നാന്ന് തോന്നുക. അത്രേ ഉള്ളൂ. വേദനയുണ്ടേനു? വേദനയൊന്നും ഉണ്ടായിട്ടില്ല. കാണാൻ കൊതിയായി. കുലുക്കല്ലേ കുലുക്കല്ല, കുലുങ്ങാൻ കഴിയുന്നില്ല സുലു. ഞാൻ അവിടെ കിടന്നിട്ട് കാണിച്ചു തരാം. നടക്ക്. ദൈവമേ പപ്പി. സുലു ദയവേദിപ്പം ആ കോളെടുക്കരുത്. ഓള് ചിലപ്പോൾ ആ മരമങ്കി പ്രകാശനം വല്ല മുഖത്ത് ചാപ്പ് കുത്താനോ വല്ല പാറേൻ്റെ മുകളിൽ താഴെ വീണാനായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ആ നാളെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. പറക്കാനും ചാടാനൊന്നും ഞാൻ ഡിങ്കനൊന്നുമല്ല, ദിനേശനാണ്.
കുറച്ച് ദിവസത്തേക്ക് കോള് നീ എടുക്കരുത് പ്ലീസ്. പക്ഷെ ദിനേശ് ചേട്ടന്റെ മുൻപിൽ എന്റെ പേരെഴുതിയത് കണ്ട പപ്പി ഉറപ്പായിട്ടും ഞെട്ടും. പോ. ഞാൻ നോക്കട്ടെ നിങ്ങള്. അയ്യേ ഇത് മലയാളത്തിലല്ലേ? അപ്പി ICSE സിലബസാ. ഓക്ക് മലയാളം വായിക്കാൻ അറിയൂല, ഓക്ക് ഇംഗ്ലീഷ് വായിക്കാനേ അറിയൂ. ദിനേശ് ചേട്ടാ പ്ലീസ് ഇത് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതി